പറഞ്ഞതുപോലെ ഷെൽഫിന്റെ താക്കോല് ഞാൻ ഏട്ടത്തിയുടെ മുറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നീ ഇന്ന് തന്നെ രഹസ്യമായിട്ട് കണിമംഗലത്തെത്തണം. ഷെൽഫിലെ സ്വർണം മുഴുവൻ എടുത്ത് ചാവി അവിടെ തിരിച്ചു വെക്കണം. ഇതുകൂടി ആയാല് രാധികയെ കൊണ്ടുള്ള ശല്യം തീരും. എന്നെ എന്റെ അച്ഛനമ്മമാരെയും കൊടുക്കാൻ വേണ്ടി നിങ്ങളാ ഇത് ചെയ്തെന്ന് എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. എന്റെ അച്ഛനും അമ്മയും കരഞ്ഞെഴുന്നേറ്റ് കണിമംഗലത്ത് നിന്ന് പോയ നിമിഷം മുതലേ നിങ്ങളുടെ ഒക്കെ പുറകിൽ ഞാനുണ്ടായിരുന്നു. ഇന്ന് ഗൗതം ഈ വീട്ടിൽ കയറിയ നിമിഷം മുതലേ ഈ കുടുംബം മുഴുവൻ നിങ്ങളുടെ പുറകിലുണ്ട്. ഉർവശി, ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് എന്റെ മോളാണ് കളവ് ചെയ്തതെന്ന് എന്റെ ചെവിയിൽ ഓതി തന്നു. എന്നിട്ട് അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി നീയായിട്ട് സന്ദർഭങ്ങൾ ഉണ്ടാക്കി അല്ലേടി? കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യായി. പക്ഷേ ഇവിടുത്തെ ഷെൽഫിലെ സ്വർണം ദേവനാരായണൻ തിരുമേനിയുടെ ഭാര്യയുടെ കഴുത്തിൽ എങ്ങനെ വരുത്തിയെന്ന് ഇവനെ കൊണ്ട് പറയിപ്പിക്കണ്ടേ വരുൺ? പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. ഗൗതം, നിനക്കറിയാലോ രാധികയുടെ മനസ്സ് വേദനിച്ചു എന്നറിഞ്ഞാ എന്റെ ഉള്ളു പൊള്ളൂന്ന്.